ബസ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ കേസ് എഴുതി കൊടുത്തു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികൾക്ക് അപകടം വരും. എപ്പോഴാണെന്ന് പറയില്ല. ഞാൻ ഒരു വീഡിയോ അത് ഇട്ട് തരാം. അത് നാറ്റ്പാക്കിന്റെ വീഡിയോ ആണ്. നാറ്റ്പാക്കിന്റെ വീഡിയോ 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വീഡിയോ ആണ്. ഒരു സ്കൂൾ ബസ്സിൽ കുട്ടികളെ എങ്ങനെ ഡ്രൈവർ മാനേജ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ആ വീഡിയോ പറയുന്നുണ്ട്. അത് 15 മിനിറ്റ് നേരമുണ്ട്, പക്ഷെ അത് നല്ല വീഡിയോ ആണ്. അത് നിങ്ങൾ ആദ്യം കണ്ടിരുന്നാൽ അതിൽ ഇത്ര കാര്യങ്ങളെ പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. പ്ലസ് ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്നുള്ളത് നിങ്ങൾ വണ്ടിയിലൊക്കെ ഉണ്ട്. അതും ഈ പറഞ്ഞ മാതിരി അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ചില സ്കൂൾ ബസ്സിൽ ഞങ്ങൾ എന്താ ടെസ്റ്റിങ്ങിന് വന്നാൽ എക്സ്പയറി ഡേറ്റ് വരാനുള്ള ഒരു സ്റ്റിക്കർ പോലും ഇല്ല. ഏതോ കാലത്ത് വാങ്ങിച്ച ഫയർ എക്സ്റ്റിംഗ്വിഷറാണ് കാണിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ സംവിധാനങ്ങളൊക്കെ മാറ്റണം. അത് വർഷം അത് അപ്ഡേറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന സമയത്തല്ല തീപിടുത്തം ഉണ്ടാവുക. തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ വർക്ക് ചെയ്യാൻ നിങ്ങൾ നോക്കിയ അവസാനം വർക്ക് ചെയ്യില്ല. അത് വർക്ക് ചെയ്യിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞോളണമെന്നുണ്ട്. അങ്ങനെ അറിയുന്ന അത്ര ആൾക്കാർ കൂടുതലുണ്ട്. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് ഒരു ലക്ഷം ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, കൈ തട്ടുള്ളൂ. 50% ആൾക്കാരെ കൈ കൊണ്ടിട്ടുള്ളൂ. അതിന്റെ അർത്ഥം നല്ലൊരു പെർസെന്റേജ് ആൾക്കാർ അറിയാത്തവരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കാരണം അത് എപ്പോഴാണ് സാഹചര്യം ഉണ്ടാവുന്ന പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമുക്ക് നോക്കി അറിയാം, ഇഷ്ടംമാതിരി വണ്ടികളിൽ തീപിടുത്തം, കാറുകളിലൊക്കെ തീപിടുത്തം ഉണ്ടായിട്ട് ഉണ്ടാവുന്ന സിറ്റുവേഷൻ നമ്മൾ കേരളത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ തീപിടുത്തം എന്റെ വണ്ടിയിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കോവിഡ് ചൈനയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അതേമാതിരി നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എവിടെയും തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ തീപിടുത്തം ഉണ്ടെങ്കിൽ അത് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കാനുള്ള ഒരു വിവരമെങ്കിലും മിനിമം നമ്മളിൽ ഉണ്ടാവണം എന്ന് ആരും ഞാൻ ശ്രദ്ധിക്കുന്നു. രണ്ടാമത്തെ കാര്യം, സ്കൂൾ ബസ് ഡ്രൈവേഴ്സ് ആർ ഗുഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ്. ഗുഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടികളുമായിട്ട് സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വലിയ ആൾക്കാരാണ്. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഗുഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ്, നിങ്ങൾ കുട്ടികളുമായിട്ട് സംസാരിക്കേണ്ടി വരും, പേരൻസുമായിട്ട് സംസാരിക്കേണ്ടി വരും, ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കേണ്ടി വരും, ഡിപ്പാർട്ട്മെന്റിലെ മോട്ടോർ ഇൻസ്പെക്ടർമാരായിട്ടോ പോലീസുമായിട്ടോ സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് സംസാരിക്കാൻ കപ്പാസിറ്റി ഉള്ള, നല്ല രീതിയിൽ സംസാരിക്കാൻ കപ്പാസിറ്റി ഉള്ള എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവത്തോടുകൂടി മാന്യമായ രീതിയിൽ ക്ഷമയോടുകൂടി സംസാരിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ തന്നെയാവണം സ്കൂൾ ബസ് ഡ്രൈവേഴ്സ്. അതിന് പകരം ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർക്ക് പുച്ഛം വരുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാവരുത് സ്കൂൾ ബസ് ഡ്രൈവേഴ്സ് എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ബി ആൻ ആക്റ്റീവ് ലിസണർ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ക്ഷമയോടുകൂടി കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവലാണ് ആദ്യത്തെ ലക്ഷണം. ഒരാൾ നമ്മളോട് എന്തെങ്കിലും പറയുന്നുണ്ട്, ഇജ്ജാപത്തി ഞാൻ പറഞ്ഞു കേട്ടിട്ട് ബാക്കി സംസാരിച്ചാൽ മതി എന്ന് പറയുന്ന മാതിരി ആ സ്വഭാവം നല്ലതല്ല. ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് എന്താ പറയുക, നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരുമില്ല. ഇപ്പൊ ഞാൻ MSc സൈക്കോളജി കഴിഞ്ഞൊരു വ്യക്തിയാണ്. അതിനുശേഷം കൗൺസിലിംഗ് സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് 1-2 പ്രാവശ്യം ഞാൻ കൗൺസിലിംഗ് കുറച്ചു പേർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കൗൺസിലിംഗ് ചെയ്ത 1-2 പേര് എന്നോട് പറഞ്ഞൊരു കാര്യം, സാറേ ഞാൻ പറയണത് കേൾക്കാനെങ്കിലും സാറിവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അത് തന്നെയാണ് എൻ്റെ മനസ്സിന് ഏറ്റവും വലിയ സന്തോഷം. ചുരുക്കി പറഞ്ഞാൽ ഇയാളെ വിഷമങ്ങൾ കേൾക്കാൻ ആരും ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഒരു ആക്റ്റീവ് ലിസണർ ആവുക. സ്കൂളിലാണെങ്കിലും കുട്ടികൾക്ക് പറയാനുണ്ടെങ്കിലും കേൾക്കുക. അപ്പൊ ഞാൻ കുട്ടികൾക്ക് പറയാനുള്ള കാരണം പറഞ്ഞാൽ, കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത്രയധികം ഹൈലി എനർജി ലെവലുള്ള ആൾക്കാരാണ്. നമ്മളെ എനർജി ലെവലൊക്കെ കുറഞ്ഞു പോയി. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് കുട്ടികൾ. ഭയങ്കര വേവലെത്താണ് കുട്ടികൾ. അവർക്ക് ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചില കുട്ടികൾക്ക് മറ്റു കുട്ടികൾ ചെയ്യുന്ന പരിപാടികൾ ഇഷ്ടാവൂല. അവർ ചെന്ന് സ്കൂളിൽ പരാതി പറയും. മറ്റാളുകൾ ഏറ്റവും കൂടുതൽ പരാതി പറയുന്ന വിഭാഗം കുട്ടികളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ പരാതി പറയുന്ന വിഭാഗം കുട്ടികളാണ്. അവർ പരാതി ആരോട് പറയാം? ഒന്നുകിൽ അധ്യാപകന്മാരോട് പറയും, അല്ലെങ്കിൽ മാഷന്മാരോട് പറയും, അല്ലെങ്കിൽ സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാരോട് പറയും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടീച്ചേഴ്സിനോട് ചെറിയൊരു അകലുണ്ടാവും. അത് വീട്ടിലെ പാരന്റ്സിനോടും ചിലപ്പോൾ അകലുണ്ടാവും. അത് ഈ കാലഘട്ടത്തിൽ കുറച്ച് കുറവാണ്. മുന്നത്തെ കാലഘട്ടത്തിൽ എനിക്കൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അച്ഛനോടൊന്നും സംസാരിക്കാൻ പേടിയാണ്. മൂപ്പനോട് ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഞാൻ ആ വഴിക്ക് പോകില്ല. കാരണം പേടിയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ വളർന്നു വരുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ അച്ഛൻ്റെ തോള് കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് കുട്ടികൾക്ക് പക്ഷെ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ഇടപഴകാൻ ധൈര്യമുള്ളതും ഇഷ്ടപ്പെടുന്നതുമായ വിഭാഗം സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാരാണ്, മാമന്മാരാണ്, അങ്കിളാണ്. ഈ അങ്കിൾ ആയതുകൊണ്ട് അവർ ചിലപ്പോൾ പറയും, അങ്കിളെ ആ പയ്യൻ ശരിയല്ല, അവൻ അവിടെ എന്തോ പൊടി ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അവൻ പറയും. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള മാലീഷ്യസ് ആക്ടിവിറ്റീസ്, ഇങ്ങനെ പ്രശ്നമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അതാത് സമയങ്ങളിൽ ടീച്ചേഴ്സിനെ അറിയിക്കാനും സാധിക്കും. അപ്പം അതിനുള്ളൊരു അവസരം. ലേണിംഗ് തിയറീസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം.
കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. നിങ്ങൾക്കത് വിശദമായി പറയേണ്ട ആവശ്യമില്ല, ഞാൻ ചെറുതായിട്ട് പറയാം. ചില ആൾക്കാരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരു തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ചില ആൾക്കാരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. ഒരു ഉദാഹരണം, ഒരു നായക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിവിടെ 2 അടികൾ അടിച്ചു. ഈ അടി അടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് ആ നായക്കുട്ടിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരില്ല. വരുമോ? വരില്ല. വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഇങ്ങനെ ഒരു അടി അടിച്ചതിന് ശേഷം ഒരു ചെറിയ ഇറച്ചിന്റെ കഷ്ണം നായക്കുട്ടിക്ക് എറിഞ്ഞു കൊടുത്തു സംഭവിക്കും, അത് കഴിക്കും. രണ്ടാമത്തെ ദിവസം ഞാൻ ഇതേപോലെ 2 അടി അടിച്ചിട്ട് ഒരു ചെറിയൊരു ഇറച്ചി കഷ്ണം നായക്കുട്ടിക്ക് എറിഞ്ഞു കൊടുത്താൽ അത് കഴിക്കും. മൂന്നാമത്തെ ദിവസം ഞാൻ ഇറച്ചി കഷ്ണം ഒന്നും കൊടുക്കണ്ട, ഇവിടെ 2 അടി അടിച്ചാൽ മതി. ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നായക്കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് നാവുന്ന് തുള്ളിത്തുള്ളിയിട്ട് ഉമിനീര് വരും. എന്താണ് കാരണം? ആ നായക്കുട്ടിനെ അവിടെ ഇരുന്ന് എഴുന്നേൽപ്പിക്കാൻ എനിക്ക് ഇവിടെ 2 അടി കൊണ്ട് സാധിക്കും. ആ ഒരു രീതിയിൽ നമുക്ക് ആൾക്കാരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്താൻ സാധിക്കും. അതിനാണ് ക്ലാസിക്കൽ കണ്ടീഷൻ. ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. രണ്ടാമത്